ഇത് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പക്ഷികളെയാട്ടോ ഓർമ്മ വരുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഈ ഭൂമി അത്രത്തോളം സുന്ദരമായി കണ്ടത് പക്ഷികളായിരിക്കും അല്ലേ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഹോങ്കോങ് എയർപോർട്ടിൽ എത്തി കേട്ടോ. അപ്പോൾ ഒരു ഡേ അല്ല, ഒരു നൈറ്റ് മൊത്തം ഫ്ലൈറ്റിലായിരുന്നല്ലോ. പിറ്റേന്നൊരു 10 o'clock ആ സമയത്താണ് ഞങ്ങൾ ഹോങ്കോങ് എയർപോർട്ടിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഹോങ്കോങ് എയർപോർട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അടുത്തെത്തിയില്ല. ബാംഗ്ലൂർ എയർപോർട്ട് അത്രയ്ക്കും സൂപ്പറാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പിക്ക് ചെയ്യാൻ ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബസ് വന്ന് ഞങ്ങൾ എല്ലാവരും ബസ്സിലേക്ക് ഇരുന്നു. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി ഇരുന്ന് കേട്ടോ. ഭയങ്കരമായിട്ട് സമാധാനമായിരുന്നു, ഇരുന്നപ്പോൾ ഭയങ്കര സമാധാനമായി. അപ്പോൾ അതിനുശേഷം ഏട്ടൻ കുറച്ച് ബസ്സിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. പുറമേയുള്ള നല്ല അവിടുത്തെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ പോകുമ്പോൾ ഒരുപാട് പർവ്വതങ്ങളും അങ്ങനെ ഒരുപാട് സാധനമൊക്കെ കണ്ടു കേട്ടോ. അതെല്ലാം കാണുമ്പോഴാണ് ഈ ഭൂമിയൊക്കെ എത്ര മനോഹരമാണ്, നമ്മുടെ ഭൂമിയിലൊക്കെ എത്ര നമ്മൾ കാണാത്ത എന്തൊക്കെ കിടക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി അപ്പോഴാട്ടോ. അപ്പോൾ ഞാനൊരിക്കൽ പോലും വിചാരിച്ചില്ല കേട്ടോ എനിക്കിവിടെ വരാൻ പറ്റുമെന്നും. നല്ല ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഭാഗ്യം മാത്രമല്ല, ഏട്ടൻ്റെ ഹാർഡ് വർക്കും കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് വരാൻ പറ്റിയത് കേട്ടോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചാൽ നമുക്ക് ഇത്രയും നേടാൻ കഴിയുള്ളൂ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്താനായി കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ ഭയങ്കര റോയലായിട്ടുള്ള അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്രഷായി. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ കൊണ്ടു തന്നു കേട്ടോ തിന്ന്. അതുപോലെ തന്നെ അവിടെ തന്നെ ഉണ്ട് ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആ ഹോട്ടലിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മിഴിമോളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് എവിടെയാണ് പോകുന്നതൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ താഴെ റിസപ്ഷനിൽ പോയി കേട്ടോ. റിസപ്ഷനിൽ പോയപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളി ഡെക്കറേഷനൊക്കെ ചെയ്ത് സൂപ്പറായിരിക്കും, അടിപൊളി റിസപ്ഷൻ കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എന്താ കഴിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അത്രയ്ക്കും വരിയും നിരയായിട്ട് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിരിക്കുക. പക്ഷേ അപ്പം വാരി തിന്നാനും പറ്റില്ല, കാരണം വയറ് നമ്മളതാണല്ലോ, വയറും കൂടെ നമ്മൾ നോക്കണ്ടേ. അവിടെ നിന്നൊക്കെ വയറുവേദനയൊക്കെ വന്നാൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ അവിടെ കിട്ടും കേട്ടോ. ഇഡ്ഡലി ദോശ അതൊക്കെ അവിടെ കിട്ടും. പക്ഷെ നമ്മൾ ആ ഒരു എത്രത്തോളം ടേസ്റ്റ് കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചൈനീസ് ഫുഡൊന്നും കഴിക്കാൻ ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ നല്ല സാധാരണ നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹോങ്കോങ്ങിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പറ്റുമ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ലൈഫ് ചെറുതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ലൈഫിൽ നമുക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ എല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ.